പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം തനിക്കൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി. താൻ അത്ര കാര്യമാക്കിയില്ല. ഒരു ദിവസം താൻ കൊളാപ്സായി, താഴെ വീണു. വേണ്ടപ്പെട്ടവർ തന്നെ ആശുപത്രിയിലാക്കി. ഡോക്ടർമാർക്ക് മനസ്സിലായി സിവിയർ ഹാർട്ട് അറ്റാക്ക്. പെട്ടെന്നൊരു ഓപ്പൺ സർജറി വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഡോക്ടർ തന്നെ പരിചരിച്ച ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഈ ഹാർട്ട് അറ്റാക്ക് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വന്നതല്ല, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ചെസ്റ്റ് പെയിനുകൾ തനിക്ക് വന്നുകൊണ്ടിരുന്നിരിക്കണം എന്ന് തന്നോട് പറഞ്ഞു. അപ്പോഴാണ് താൻ ഓർത്തത്, ശരിയാണ്, താൻ ഗൗരവമായി എടുക്കാഞ്ഞ പല വേദനകളും ചെസ്റ്റ് പെയിനും ഇതിലേക്കുള്ളതായ ഒരു സൂചനയായിരുന്നല്ലോ എന്ന് തനിക്ക് മനസ്സിലായത്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഇന്ന് അവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്നൊരു ദിവസം വീണ്ടും നിങ്ങൾക്കായി നിശ്ചയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അക്ഷരീകമായ ശരീരം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അപകടമായ ചില സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നു. നമ്മുടെ ആയുസ്സിന് ഭീഷണിയാണ്, നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ചില നിസാരമായ മുന്നറിയിപ്പുകൾ നമ്മുടെ ശരീരം നമുക്ക് തരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിൽ വളരെ പാവനമായി വിലയേറിയതായി വച്ചിട്ടുള്ളതായ ഒരു ആത്മാവിൻ്റെ നാശത്തെക്കുറിച്ച് മുൻകാണുന്ന ദൈവം നമുക്ക് ചില മുന്നറിയിപ്പ് തടസ്സമില്ലാതെ നിരന്തരമായി തന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ ധ്വനിയാണ് ഇന്ന് എന്ന് പറയുന്നതായ ഒരു ശബ്ദം. അതൊരു ശബ്ദമാണ്. ആ ശബ്ദത്തിൻ്റെ പിന്നിൽ പല അർത്ഥങ്ങളുണ്ട്. ആ ശബ്ദത്തിൻ്റെ പിന്നിൽ ചില മുന്നറിയിപ്പുകളുണ്ട്. ചില ധാരണകൾക്കായി വിചിന്തനം ആവശ്യപ്പെടുന്ന വാക്കാണ്. ഇന്നലകളെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മോട് ചില ചരിത്രം സംസാരിക്കുന്ന കാര്യമാണ്. ഇന്നലകളിലൊക്കെയും നിന്നോട് ഞാൻ സംസാരിച്ചു, നീ അത് ഗൗരവമായിട്ടെടുത്തില്ല. ഇപ്പോൾ ഇതാ നീ ഒരു വളരെ അധികം ഗൗരവമായ പാതയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. അതായത് നാളത്തെ ഒരു ദിവസം നിനക്ക് കൈകാര്യം ചെയ്യാനൊക്കാത്ത ഒരു സാഹചര്യം നിന്റെ മുൻപിൽ ഇതാ കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ദൈവം നിന്നോട് സംസാരിക്കുവാൻ ഒരു പഴയ വചനവുമായി മുൻപോട്ട് വന്നു. ഏത് വചനം? ഇന്ന് നിന്റെ ഹൃദയം കഠിനമാക്കരുത്. എന്തുകൊണ്ട്? അവന്റെ ശബ്ദം കേൾക്കുന്നതിനാൽ. അവന്റെ ശബ്ദം എന്താണ്? ഇന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ളൊരു അവകാശവാദം നിന്റെ മുൻപിൽ ഇല്ല എന്ന് ദൈവം കാണുന്നതിനാൽ ഈ രീതിയിൽ അങ്ങോട്ട് പോയാൽ ടുമോറോ യു കനോട്ട് ഡു എനിത്തിങ്. ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ നിനക്ക് പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു, ഒരു കൂരിരുട്ട് നിന്നോട് അടുത്ത് വരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കൽ വഴക്കുണ്ടായി. വളരെയധികം സ്നേഹിച്ചിരുന്നവരാണ്, സ്നേഹം പങ്കിട്ടവരാണ്. അവരുടെ സ്നേഹം കണ്ട് ദേശത്തെല്ലാം വളരെ അതിശയമായിരുന്നു. ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ അകൽച്ചയുണ്ടായി, ഒരു വഴക്കുണ്ടായി. നിസ്സാരമായ കാര്യത്തിൽ ഉള്ളതായ ഒരു വഴക്കങ്ങ് മൂത്തു. ദിവസം കഴിയുന്തോറും ആ വഴക്കിൻ്റെ കാഠിന്യത അങ്ങ് കൂടിക്കൂടി വന്നു. അടിപിടിയായി, പ്രശ്നമായി. അങ്ങനെ രണ്ടുപേരും കൂടെ വളരെ ഐക്യമായി തീരുമാനിച്ചു, നമുക്ക് തമ്മിൽ വേർപിരിയാം. അവർ വേർപിരിയുമ്പോൾ പടിയിറങ്ങുമ്പോൾ അവരൊരു വാക്ക് പറഞ്ഞു, രണ്ടുപേരും അന്യോന്യം, ഇനിയും മേലാൽ എന്നെ അന്വേഷിച്ചു വന്നേക്കരുത്. മറ്റൊരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ കാണണമെന്ന് പറഞ്ഞു നീ മേലാൽ വന്നേക്കരുത്. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എന്നോട് ഒരക്ഷരം ഇനിയും മിണ്ടിപ്പോകരുത്, എന്നെ അന്വേഷിച്ച് നീ മേലാൽ വന്നുകൂടാ. രണ്ടുപേരും പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല. പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിൽ നിന്ന് പടിയിറങ്ങി വേറെ മാറി താമസിക്കാനിടയായി. എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ
ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ്, ടെലിഫോണിൽ കൂടെ ഒരു മെസ്സേജ് അയച്ചു. എന്താണ് മെസ്സേജ് എന്നറിയാമോ? പറഞ്ഞു വിട്ടതായ അതേ വാക്യം, ഇനി മേലാൽ എന്നെ കണ്ടേക്കരുത്, ഇനി മേലാൽ എന്നെ അന്വേഷിച്ചു വന്നേക്കരുത്. ഇതേ വാചകം വീണ്ടും മെസ്സേജ് ചെയ്യുകയാണ്. ഈ മേലാൽ കണ്ടേക്കരുത്, അന്വേഷിക്കരുത് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ വാക്കില്ലേ? അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്താ? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള സ്നേഹം ചത്തുപോയില്ല. ആ സ്നേഹം തുടിപ്പാണ്, സ്നേഹത്തിന് ജീവനാണ്. ആ സ്നേഹം രണ്ടുപേരുടെയും ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും റീയൂണിയൻ വീണ്ടും ആ സ്നേഹം വാഞ്ചിക്കുന്നു, ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ സായാഹ്ന വേളകളിൽ, ബുദ്ധിമുട്ടുകളുടെ പ്രശ്നങ്ങളിൽ ഭാര്യയും ഭർത്താവും പല വൈഷമ്യങ്ങളെ നേരിട്ടു. തനിച്ചുള്ള ജീവിതം തന്നെ കൈകാര്യം ചെയ്യാൻ ഒക്കത്തില്ല, പക്ഷെങ്കിൽ എനിക്ക് തന്നെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഒരു ലജ്ജ. അതിന് പകരം വീണ്ടും മെസ്സേജ് അയക്കുകയാണ്, മേലാൽ എന്നെ കണ്ടുപോകരുത്, മേലാൽ എന്നോട് സംസാരിച്ചു പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയത്തിൻ്റെ അന്തരീക്ഷത്തെ ടെസ്റ്റ് ചെയ്യുക. ഭാര്യ അങ്ങോട്ട് അയക്കുമ്പോൾ ഭർത്താവും ഇങ്ങോട്ട് അയക്കും, മേലാൽ എനിക്ക് മെസ്സേജ് അയച്ചു പോകരുത്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം മരിച്ചിട്ടില്ല, ജീവിക്കുന്നു. ജീവന്റെ തുടിപ്പുണ്ടവിടെ. ആ സ്നേഹം വീണ്ടും ഒത്തുചേരൽ കാക്ഷിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതുപോലാണ് ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യനോടുള്ളത്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹം പങ്കിട്ടവർ, ദൈവത്തിൻ്റെ വചനം കേട്ടവർ, ദൈവത്തെ അനുസരിച്ചവർ, ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടവർ, ദൈവത്തെക്കുറിച്ച് ധാരാളം സാക്ഷ്യം പറഞ്ഞവർ, ദൈവത്തിനായി പല പല കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹിച്ച ചില ജീവിതങ്ങൾ ദൈവത്തിൽ നിന്ന് അന്യമായി പോകുമ്പോൾ അങ്ങ് ദൂരെ 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 മാറിപ്പോകുന്നു. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പായി. ദൈവം അവരോട് സംസാരിക്കുന്നതെല്ലാം നിർത്തി. പല പ്രാവശ്യം ദൈവം അവരോട് സംസാരിച്ചെങ്കിലും ഒത്തുകൊള്ളുവാനും അനുസരിക്കുവാനും ചേർന്ന് നിൽക്കുവാനും അവർക്ക് മനസ്സില്ലാതെ അവരുടെ സമ്പത്തിൽ ആശ്രയിച്ച്, അന്യ ദൈവങ്ങളിൽ ആശ്രയിച്ച്, അവരുടെ സ്വാർത്ഥതയിൽ ആശ്രയിച്ച് അവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. ലോകക്കാരോടുകൂടെ ചേർന്നു. അവരുടെ ജീവിതം മുഴുവൻ ലോകക്കാരോടുകൂടെ ചെലവഴിച്ചു. ദൈവം ദൂരെ നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. രാത്രിയുടെ യാമം വന്നു. ജീവിതത്തിൽ പല പാളിച്ചകൾ പറ്റി, വൈഷമ്യങ്ങളേറി ഏകരായി നിൽക്കുന്നതായ ഒരു കാലയളവ് വന്നു. ആരോട് പറയാൻ? ആരോടാണ് സങ്കടം പറയുന്നത്? ആരോടും സങ്കടം പറയാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ ജീവിതങ്ങൾ എത്തിച്ചേരുവാനിടയായി. ആ ജീവിതങ്ങളോട് സംസാരിക്കുന്ന വാക്കാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ലവോദിക്ക സഭയോട് ദൈവം പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിന്റെ അർത്ഥം? വാതിക്കൽ നിന്ന് മുട്ടുന്നു. കാരണം അത്താഴവുമായി വന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തി പറയുക, വാതിക്കൽ ഞാൻ അത്താഴവുമായി വന്നിരിക്കുകയാണ്. നിന്റെ പ്രാതൽ, നിന്റെ ഉച്ചഭക്ഷണം, നിന്റെ കാപ്പികുടി, ചായ കുടി, സല്ലാപങ്ങൾ, സ്നാക്സ്, എല്ലാ സന്തോഷങ്ങളും പകൽ നേരത്തല്ല. നീ നിന്റെ കൂട്ടുകാരോടൊപ്പമായിരുന്നു. നീ ദൈവത്തെ വിട്ടു, ദൈവത്തിൽ നിന്ന് പിന്മാറി. രാത്രിയുടെ യാമം വന്നു. ഇതാ കൂരിരുട്ട് നിന്നെ നേരിടുവാൻ പോകുന്നു. നീ അറിയാത്തൊരു കൂരിരുട്ടിന്റെ ശക്തി നിന്റെ മേൽ മൂടുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ കഴിവില്ലാതെ തണുത്തു വിറയ്ക്കുന്നതായ ഒരു അന്തരീക്ഷം നിന്റെ മുൻപിൽ കാത്തു നിൽക്കുന്നതായ സാഹചര്യത്തിൽ, നിനക്കാര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നെ വിട്ടുകളയുവാൻ ദൈവത്തിന് മനസ്സാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ മറന്നു കളയുവാൻ ദൈവത്തിന് മനസ്സാകുന്നില്ല. അവൻ നിന്റെ ജീവിതത്തിന്റെ ചില വൈഷമ്യ ഘട്ടങ്ങളിൽ നിന്നോട് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ ഒന്ന് മനസ്സിലാക്കുക. അവൻ പറയുകയാണ്, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. വാതിൽ തുറന്നാൽ ഞാൻ അത്താഴം കൊണ്ടുവന്നിരിക്കുന്നു. പ്രാതലല്ല. പ്രാതൽ നിന്റെ ബലം, നിന്റെ ആരോഗ്യം, നിന്റെ വരുമാനം, നിന്റെ സന്തോഷം അതെന്നോടൊപ്പം നീ ചെലവഴിച്ചില്ല. അന്യരോടുകൂടെ നിന്റെ കൂട്ടുകെട്ടിൽ, നിന്റെ അഹങ്കാരത്തിൽ, പിന്മാറ്റത്തിൽ, നിന്റെ ആഗ്രഹങ്ങളിലൊക്കെയും അതെല്ലാം ചെലവഴിച്ചു. ഇതാ ഇപ്പോൾ രാത്രി വരാൻ പോകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു രാത്രി നിന്റെ മുൻപിൽ ഇതാ കടന്നു വരുന്നു എന്ന്
സർവശക്തൻ അറിഞ്ഞുകൊണ്ട് നിനക്ക് അത്താഴമായ രാത്രിയുടെ യാമതങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ, നിനക്ക് ശക്തി തരേണ്ടതിന്, നിന്നിൽ ഊർജം പകരുവാൻ, നിനക്കൊരു അത്താഴം കഴിച്ചെങ്കിൽ മാത്രമേ ആ രാത്രിയെ നിനക്ക് തരണം ചെയ്യാൻ കഴിയൂ എന്ന് സർവശക്തൻ തിരിച്ചറിയുന്നു. നീയോ അത് മനസ്സിലാക്കാതെ നിന്റെ ദിവസങ്ങളിൽ ചിലവഴിച്ചു. രാത്രിയുടെ യാമത്തിൽ മറന്നു കളയാത്ത സർവശക്തനായ ദൈവം നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഞാൻ മുട്ടുന്നു, ഞാൻ മുട്ടുന്നു. ലവോദിക്യ സഭയോട് പറയുന്ന വാക്ക്, ആരെങ്കിലും എൻ്റെ വാക്ക് കേട്ട്, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അവൻ പറയുന്ന ശബ്ദം എന്താണ്? ഇന്ന്. പ്രൈസ് ദി ലോർഡ്. നോട്ട് ടുമോറോ, നോട്ട് ആഫ്റ്റർവേർഡ്സ്, നോട്ട് ലേറ്റർ, നോട്ട് ആഫ്റ്റർ മൈ റിട്ടയർമെന്റ്, നോട്ട് ആഫ്റ്റർ തിങ്കിങ്, ടുഡേ, നൗ. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും നാളെയല്ല, ഇന്ന്. നമ്മുടെ ജീവിതത്തിലെ ചില ഇന്നുകളെ ദൈവം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നാളെ നമുക്കല്ലാത്ത ചില സാഹചര്യം ദൈവം കാണുന്നു. നമുക്ക് തനിയെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളെ കർത്താവ് കാണുന്നു. നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നാം ദൈവത്തെ വിട്ടുവെങ്കിലും ദൈവം നമ്മെ കൈവിടാൻ മനസ്സില്ലാത്തവനായി. അവനറിയാം, ദൈവത്തിനറിയാം നിന്നെ വെട്ടിയെടുത്ത പാറ, നിന്നെ കുഴിച്ചെടുത്ത കനിഗർഭത്തെക്കുറിച്ച് ദൈവത്തിന് നന്നായിട്ടറിയാം. ചേറ്റിൽ കിടന്ന നിന്നെ, അഴുക്കുചാലിൽ കിടന്ന നിന്നെ, ആർക്കും വേണ്ടാതിരുന്ന, ആരും ജോലിക്ക് വിളിക്കാത്ത നിന്നെ ദൈവം വിളിച്ചു, ദൈവം സ്നേഹിച്ചു, ദൈവം പേർച്ചൊല്ലി വിളിച്ചു, ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തി, ദൈവം നിന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി, നല്ല വസ്ത്രം തന്ന് നിന്നെ സുന്ദരനാക്കി, സുന്ദരിയാക്കി വെച്ചു. പക്ഷെങ്കിൽ നീയോ പലപ്പോഴും ദൈവത്തോട് മറുതലിച്ചു, ദൈവത്തെ വേണ്ട എന്ന് ചിന്തിച്ചു. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് വേണ്ടതായ വലിയ അംഗീകാരം നിന്റെ ജീവിതത്തിൽ കൊടുത്തില്ല. നീ മാന്യത തേടി, ഉന്നതി തേടി, നീ അല്ലെങ്കിൽ ഉയർച്ച തേടി, ഈ ലോകത്തിലെ ലാവണ്യങ്ങൾ തേടി, ഈ ലോകത്തിലെ ഭാഗ്യങ്ങൾ തേടി പലപ്പോഴും ദൈവത്തെ വേണ്ടാന്ന് വെച്ചു. ദൈവം മറന്നു കളയുവാൻ അവിശ്വസതയുള്ളവനല്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒറ്റ വാക്കുകൊണ്ട് വിട്ടുകളയുന്നതല്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മാറി നിന്നിട്ടും വീണ്ടും കമ്മ്യൂണിക്കേഷൻ, ആ ബന്ധം അവരെ അതിൽ ഒത്തുചേർക്കുവാൻ അവരിലെ സ്നേഹം നിർബന്ധിക്കുന്നുവെങ്കിൽ, സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം, മനുഷ്യനിന്മേൽ വെച്ചതായ സ്നേഹം, അതിൻ്റെ ആഴം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഊറ്റിത്തന്നെ രക്തത്തിന്റെ വില എത്ര മഹത്വമാണ്! അത് വർണ്ണിക്കുവാൻ കഴിയാത്ത രീതിയിൽ അതുല്യമായ, അതീവമായ, ഗൗരവമുള്ള കാര്യമാണ് പ്രിയരെ. ഈ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ നിന്ന് മുട്ടുകയാണ്. അവൻ പറയുന്നത്, ഇന്ന് നീ അവന്റെ ശബ്ദം, മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു എങ്കിൽ, പണ്ട് കാലത്ത് ഇന്നലെ വരെ പറഞ്ഞതായ ഒഴിവഴിവുകളില്ലാതെ നിന്റെ ഹൃദയം തുറക്കുന്നുവെങ്കിൽ, കാഠിന്യത മാറ്റുന്നുവെങ്കിൽ, അവനെ ഏറ്റുകൊള്ളുന്നുവെങ്കിൽ, അപ്പാപിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ കരങ്ങളിൽ ആശ്രയിക്കുവാൻ നീ മനസ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ, നിന്റെ രാത്രിയുടെ യാമങ്ങളെ കരത്തിലെടുത്ത് നിനക്ക് ശക്തി പകരുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, ശത്രുവിന്റെ മുൻപിൽ നിന്നെ നിലനിർത്തുവാൻ, ഘോരയുദ്ധങ്ങളുടെ മുമ്പിൽ നിനക്ക് ബലമേകുവാൻ, ഊർജം പകരുവാൻ, നിനക്ക് സർവശക്തനായ ദൈവത്തിന്റെ ബലവും ശക്തിയും വാഗ്ദത്തങ്ങളും നിനക്ക് തന്നുകൊണ്ട് അതിന് അവകാശികളാക്കുവാൻ സർവശക്തനാൽ സാധിക്കുമെന്നുള്ളൊരു വാഗ്ദത്തം നിന്നെ മുൻപിൽ വെച്ചിരിക്കുക. അവൻ കൊണ്ടുവന്നിരിക്കുന്ന അത്താഴത്തിന്റെ വില, അതിന്റെ ശക്തി, അതിന്റെ ബലം നീ എന്ന് മനസ്സിലാക്കുമെങ്കിൽ, അവന്റെ ശബ്ദത്തിങ്കൽ ഭയപ്പെടുന്ന ഒരു ഹൃദയം നിനക്കുണ്ടാകട്ടെ. ഹൃദയം തുറന്ന് ദൈവത്തെ സ്നേഹിപ്പാൻ, ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഈ പ്രഭാതയാമം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.